ഹായ് മച്ചാവരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോന്നി ആനക്കൂട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിന് മുമ്പേ ഇപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേനുണ്ടല്ലോ അടിപൊളി രസകരമായിട്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ആനയെ നടത്തുന്ന ഒരു സീന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശേഷം ഞാൻ ഇപ്പം വീഡിയോ കാണിക്കാം. ഇവിടെ ഒരു 5 ആനയുണ്ട്. ഒന്ന് താഴത്തെ നമ്മുടെ കൊച്ചി ചെറിയൊരു ആനയും, പിന്നെ ബാക്കി ചെറിയ വലിപ്പമുള്ള കൊമ്പന്മാർ നിൽപ്പുണ്ട്. കണ്ണാനയുണ്ട്, കൊമ്പന്മാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നേരെയുള്ള കോന്നിയിലെ വിശേഷങ്ങൾക്ക് നമുക്ക് പോകാം. ठीक മനപ്പാടുണ്ടോ വണ്ടി അങ്ങനെ എല്ലാം അത് കൂടിയാണ്. തിരിക്കരുത്. കിട്ടേൻ്റെ അളിയൻ്റെ കൂട്ടാനുള്ള കാര്യങ്ങൾ വിളിക്കുന്നതാണെങ്കിൽ തെറ്റായിരുന്നു. അവിടെ നിൽക്കില്ലായിരുന്നു. ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 5 മണി സമയമാണ്. അപ്പം ഒരാന എനിക്ക് തോന്നുന്നു മേടാന്ന് തോന്നുന്നു. അതുകൊണ്ട്
അതിനെ മാത്രം നടത്തിക്കുന്നില്ല, ബാക്കിയുള്ള 3 ആനകളെ അതിൻ്റെ പാപ്പന്മാർ നടത്തിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആന ഇതിൻ്റെ ഒരു റൗണ്ട് വെക്കും കേട്ടോ. ഇങ്ങനെ റൗണ്ട് വെച്ച് മേളിൽ നിന്ന് കയറി വരും, അത് റൗണ്ട് അടിച്ച് എന്നത് അപ്പുറത്തോടെ ഇങ്ങനെ. ഇവിടെ 1-2 ഷെഡൊക്കെ ഒഴിവായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ കോന്നി സുരേന്ദ്രനെ കിടന്ന് ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ഇപ്പം കാണുന്നില്ല, എവിടെ ആയിരുന്നു അറിയത്തില്ല. അപ്പോൾ ആന ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്നൊരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാം ആനകളുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഈ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാനയും പിന്നെ അതിൻ്റെ ഈ 2 ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആനയും കൂടാണ് ഇപ്പം നടത്തിക്കുന്നത്. അപ്പം ശേഷം കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. കുറേ കാഴ്ചകളുണ്ട്. അത് ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസാണ്. അവിടെ 2 വണ്ടിയൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ താപ്പാന മറ്റേ ഈ കാട്ടിലെ ആനകളെയൊക്കെ വലിച്ചേറ്റാൻ ഇവർ വണ്ടിയെ പോകുന്നതായിരിക്കും. അതിൻ്റെ വണ്ടിയൊക്കെയാണ് കിടക്കുന്നത്, ഫോറസ്റ്റ് ഓഫീസിൻ്റെ വണ്ടിയൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ ഒന്നും ആരുമില്ല. ഇവിടെ ഇപ്പം പാപ്പന്മാരും ബാക്കിയുള്ള ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ജോലിക്കാരും ഉള്ളൂ. എനിക്കൊന്ന് ഇവിടെ തോന്നുന്നു നമ്മുടെ ചിഹ്നനെ ഇട്ടിരുന്നേ, ചെറിയൊരു വേലിയൊക്കെ ഇരുമ്പേലടിച്ചിട്ട് ഒരു ചിഹ്നനെ ഇട്ടിരുന്നേ. ഇനി കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്, അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം മച്ചന്മാരെ ആനയുടെ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരുവാണ്. അതിൻ്റെ ഷെഡ് ഇതാണ്, കൃഷ്ണ എന്ന് പറഞ്ഞ ആന. അതിൻ്റെ ഷെഡാണ് ഇതാണ്. മച്ചന്മാരെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കയറിയൊരു ചെറിയൊരു മ്യൂസിയം പോലുള്ള ഇതിലാണല്ലോ. നല്ല രസമുണ്ട്. ഇവിടെ ഒത്തിരി ഫോട്ടോസും പിന്നെ നെറ്റിപ്പട്ടോ കുത്തിക്കുട ആലവട്ടവും വെഞ്ചാമരവും എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി ഫോട്ടോസും പിന്നെ 3-4 ആനയുടെ പ്രതിമകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞ് തടിയിൽ തീർത്ത ആനകളും ഉണ്ട്. വെഞ്ചാമരം ഏന്തിയിരിക്കുന്ന മുത്തക്കൂടോ എല്ലായിട്ടുള്ള ആനകളും എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല രസമാണ്. ഇത് മ്യൂസിയം ഗ്ലാസ്സിലാണ് മൊത്തം വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, പ്രദർശന വസ്തുക്കളിൽ സ്പർശിക്കരുത്. ഒത്തിരി നല്ല രസമുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ടാണ്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത്
മച്ചന്മാരെ ഇതാണ് AV റൂം കേട്ടോ. ഇതിനകത്ത് പല കിളികളുടെ സൗണ്ടുകളൊക്കെ കേൾപ്പിക്കാം. കിളികളുടെ, മൃഗങ്ങളുടെ, ആനയുടെ എല്ലാ സൗണ്ടുകളും ഇതിനകത്ത് കേൾപ്പിക്കാം. Indru takru ചക്രു ഹായ് മച്ചാമാരെ. അപ്പോൾ നമ്മുടെ ഈ 9 ഏക്കർ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആനക്കൂട കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ഒരു പട്ടാഞ്ചിയിലൊരു ചെറിയൊരു ഇരിക്കാൻ വേണ്ടി ഒരു സംഭവം കുറേ ആയിട്ടുണ്ട് ഉണ്ടാക്കിയൊക്കെ വെച്ച് നമ്മളതിൻ്റെ ഇതിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 3Dയുടെ ഒരു തിയേറ്റർ ഇവിടെ വന്നിട്ടുണ്ട്, ചെറിയൊരു തിയേറ്റർ. അവിടെ ഒരാൾക്ക് 50 രൂപ വെച്ചാണ് അവിടെ ടിക്കറ്റ്. അപ്പോൾ ഞങ്ങളൊരു 3-4 പേരുണ്ട്. ഞങ്ങൾ 250 രൂപ. ഞങ്ങൾ കയറിയൊന്നുമില്ല, ഒന്നാമത് പോയുമില്ല. അതുപോലെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ചെല്ലുമ്പം ഒന്നിൽ ATM കാർഡ് വെച്ച് അവർ സ്കിപ്പ് ചെയ്യുമോ, അതുപോലെ പിന്നെ അക്കൗണ്ട് ഗൂഗിൾ പേ ഉള്ളവർ ഗൂഗിൾ പേ ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ലാതെ പൈസ നേരിട്ട് അവരിപ്പോൾ സ്വീകരിക്കത്തില്ല. അതാണ് പുതിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 2 കാര്യങ്ങളെ ഇപ്പം നടന്നിട്ടുള്ളൂ. പിന്നെ ആനയൊക്കെ ഇപ്പം വളരെ കുറവാണ്, 5 ആനയുള്ളൂ. പിന്നെ നമ്മുടെ കൊച്ചയ്ക്കുണ്ട്, ഞാൻ അവനെ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പം നേരത്തെ ഞാനവനെ വന്നപ്പം ഒരു കുഞ്ഞാനയാണ്, ഇച്ചിരി വളർന്നിട്ടുണ്ട്, അവർക്ക് 3 വയസ്സാവുന്നു. അപ്പം അത്രയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതുപോലെ നമ്മുടെ ആനക്കൂടൊക്കെ അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. അപ്പം 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് വരുന്നവർ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ്, പിന്നെ രണ്ടാമതപ്പുറത്ത് തിയേറ്റർ, ഇതൊക്കെ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവർ പൈസയായിട്ട് ആര് വന്നാലും അവർ സ്വീകരിക്കത്തില്ല, പൈസ നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഒന്ന് ATM കാർഡോ അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ല പിന്നെ ഫോൺ പേ, അല്ല സ്കാനർ, ഇതൊക്കെ ഉള്ളൂ. പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് തിയേറ്റർ, ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ, അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞി ആനക്കൂടിൻ്റെ 2 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയാതെ അത്യാവശ്യം വീഡിയോസൊക്കെ ഒന്ന് എടുത്തെടുത്ത് കാണിച്ചത്. അതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് കാണാൻ വേണ്ടി, നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സും പുതിയ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇതിലേക്ക് സബ് ചെയ്ത് കയറി വന്ന ഒരുപാട് ചാനൽ ഉള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കാണാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇട്ടത്. ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യമില്ല. ആദ്യമായിട്ട് കാണുന്നതിനാണ് നമ്മുടെ ചാനൽ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ഇടുക. നമ്മുടെ വീഡിയോ ടക്ക് ചെയ്യുന്ന വരും. തൊട്ടടുത്ത് കാണുന്ന സബ് ചെയ്യുന്നതിന് നമ്മൾ തൊട്ടടുത്ത് സബ് ചെയ്തിട്ട് നമ്മുടെ ബെൽബട്ടൺ നമുക്ക് അപ്പോൾ വീഡിയോ ഒക്കെ ടക്ക് നിങ്ങൾ മുന്നോട്ട് വരും. അടുത്തൊരു കടിയിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.